1957 ഇറ്റലിയിൽ വെച്ച് നടന്ന തരുൺ മോട്ടോർ ഷോയിൽ അന്നത്തെ കോർവറ്റിൻ്റെ ഡിസൈൻ ഹെഡായിരുന്ന ബിൽ മിഷേൽ പങ്കെടുത്തു. സൈഡിലൂടെയൊക്കെ ഇങ്ങനെ ലൈനുകൾ പാസ് ചെയ്യുന്ന വീലിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കുന്ന ചില വാഹനങ്ങളുടെ ഡിസൈൻ അദ്ദേഹത്തെ വല്ലാതെ ആകർഷിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നീട് ഒരുപാട് കാലത്തിന് ശേഷം തൻ്റെ കമ്പനി Q8 കോർവെറ്റ് എന്ന് പറയുന്ന പ്രൊജക്റ്റിനെ ഇംപ്ലിമെൻ്റ് ചെയ്ത സമയത്ത് തൻ്റെ ഡിസൈനേഴ്സിൻ്റെ മുമ്പിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യവും അന്ന് തരുൺ മോട്ടോർ ഷോയിൽ കണ്ട ആ ഒരു ഡിസൈൻ എലമെൻറ്റുകളായിരുന്നു എന്നാണ് പിന്നീട് അദ്ദേഹം പറഞ്ഞത്. ആ ഒരു ചർച്ചയിൽ നിന്ന് ഉത്ഭവിച്ച ചില വാഹനങ്ങൾ ഇന്ന് വാഹന വിപണിയിലുണ്ട്. അതിനെ നമ്മൾ കോർവെറ്റ് എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അങ്ങനെ കോർവെറ്റ് ശൃംഖലയിൽപ്പെട്ട ഒരു വാഹനം ഇപ്പോൾ നമ്മളുടെ നാട്ടിലെത്തിയിരിക്കുകയാണ്. അതാണ് കോർവെറ്റ് സ്റ്റിംഗ്രേ. കാലിക്കറ്റുള്ള നമുക്ക് നേരത്തെ അറിയുന്ന ഒരു സുഹൃത്ത് തന്നെയാണ് ഇത് കൊണ്ടുവന്നത്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കോർവെറ്റ് സ്റ്റിംഗ്രേ എന്ന് പറയുന്ന മോഡലിനെ കുറിച്ചാണ്, ഇതിൻ്റെ വിശേഷങ്ങളെക്കുറിച്ചാണ്. എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വീഡിയോയിലേക്ക് വിശദമായി പോകുന്നതിന് മുമ്പ് നമ്മൾ സ്ഥിരം പരിചയപ്പെടുത്താറുള്ള ഇൻവോൾവ് വണ്ണിനെ കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇൻവോൾവ് വൺ എന്ന് പറഞ്ഞാൽ ഒരു കാർ എയർ ഫ്രാഗ്രൻ്റ് ആണ്. അതായത് നമ്മൾ വാഹനത്തിനകത്തേക്ക് കയറുന്ന സമയത്ത് നല്ലൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാനത് സഹായിക്കും. എല്ലാ വാഹനത്തിനകത്തും, അത് പ്രീമിയം കാറായാലും ബഡ്ജറ്റ് കാറായാലും ഒക്കെ ഇത് അടിപൊളിയാണ്, നല്ല സ്മെല്ലാണ്. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് മസ്ക് എന്ന് പറയുന്നൊരു ഫ്രാഗ്രൻ്റ് ആണ്. ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രാഗ്രൻ്റ് ആണത്. മാത്രമല്ല ആമസോണിലെ ബെസ്റ്റ് സെല്ലിംഗ് പ്രോഡക്റ്റ് കൂടിയായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോഴുമാണ്, ആയിരുന്നല്ല ഇപ്പോഴുമാണ്, ഇപ്പോഴും വിറ്റുകൊണ്ടിരിക്കുന്നതിൽ ഏറ്റവും ബെസ്റ്റ് സെല്ലിംഗ് ഇതാണ് മസ്ക് എന്ന് പറയുന്ന ഫ്രാഗ്രൻ്റ്. വാങ്ങാത്ത ആൾക്കാരൊന്ന് വാങ്ങി ഉപയോഗിച്ച് നോക്കുക. ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. കോർവെറ്റ് എന്ന് പറയുന്ന മോഡൽ 1959 കാലഘട്ടം മുതൽ വാഹന വിപണിയിലുള്ളതാണ്. ഇന്ത്യയിൽ നമ്മളങ്ങനെ കണ്ട് ശീലിച്ചിട്ടില്ല, പക്ഷേ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഭയങ്കര പ്രചാരത്തിലുള്ള ഒരു മോഡലാണ്. ശരിക്കും ഒരു സൂപ്പർ കാർ അറ്റയറുള്ള മസിൽ കാർ എന്നൊക്കെ വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം എന്നുള്ളതാണ്. സ്റ്റിംഗ്രേ എന്ന് പറയുന്ന പേര് വന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ ഡിസൈനർ ഉണ്ടല്ലോ ബിൽ മിഷേൽ, അദ്ദേഹം ഒരിക്കൽ ഡീപ് സീ ഡൈവിങ്ങിന് പോയ സമയത്ത് പിടിച്ച മാക്കോ ഷാർക്ക് എന്ന് പറയുന്ന ഒരു ഷാർക്കിൽ നിന്നാണ് ഈ പേര് ഇൻസ്പയർ ചെയ്തതെന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും ലുക്ക് വൈസ് ഏറെക്കുറെയൊക്കെ ആ ഒരു സ്പോർട്സ് കാർ അറ്റയറാണ്, പക്ഷേ ദിസ് ഈസ് ആൻ മസിൽ കാർ. പിന്നെ വേറൊരു പ്രത്യേകതയുണ്ട്, ഇതൊരു GCC സ്പെക്കാണ്. GCCയിൽ പലരും ഉപയോഗിക്കാറുള്ളത് അമേരിക്കൻ സ്പെക്കാണ്. അതൊക്കെ നമുക്ക് ഓണറിനെ കുറിച്ച് പറയുന്ന സമയത്ത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പോൾ ഈ വണ്ടി ഒമാനിൽ നിന്നാണ് വന്നത്. ഈ ഒരു യെല്ലോ നമ്പർ പ്ലേറ്റ് കാണുന്ന സമയത്ത് തെറ്റിദ്ധരിക്കരുത്, ഇത് ഒമാൻ നമ്പർ പ്ലേറ്റ് ആണ്. ഒമാനിൽ ഇങ്ങനെയാണ് യെല്ലോ ആൻഡ് ബ്ലാക്ക് കളറിലാണ് നമ്പർ പ്ലേറ്റ് വരിക എന്നുള്ളതാണ്. ലുക്ക് വൈസ് ഭയങ്കര രസകരമായിട്ടുള്ളൊരു ഫ്രണ്ടാണ്. നമ്മളിപ്പം ചില മസിൽ കാറിലൊക്കെ പറയുന്ന പോലെ തന്നെ ആ ഒരു നോസ് ഇങ്ങോട്ട് കൂർപ്പിച്ച് നിൽക്കുന്ന പോലത്തെ ഒരു നോസ് ഭാഗവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിനകത്താണ് കോർവെറ്റ് എന്ന് പറയുന്ന ഒരു ലോഗോ. ശരിക്കും ഇതൊരു ഷെവർലെ കമ്പനിയുടെയാണ്. ഷെവി എന്ന് വിശേഷിപ്പിക്കാറുണ്ട്, ഷെവി കോർവെറ്റ് എന്ന് പറയാറുണ്ട്. ഷെവർലെ എന്ന് പറയുന്ന കമ്പനി GMൻ്റെ അണ്ടറിലുള്ള ഒരു മോഡലാണ്. അവരുടെയാണ് ഈ വണ്ടി. അത് കുറേ ആൾക്കാർക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഭാഗം സ്കിപ്പ് ചെയ്തത്. എനിവേ 2 ക്യാമറ കൊടുത്തിട്ടുണ്ട്. ആ ക്യാമറയ്ക്ക് 2 പേർപ്പസുകളുണ്ട്. ഒന്ന് ഈ ഒരു ഭാഗത്തായിട്ടും ഈ ഭാഗത്തായിട്ടും. ഒന്ന് നമുക്ക് റേസ് റെക്കോർഡ് ചെയ്യാനും അതുപോലെ തന്നെ ഡാഷ് കാം പോലെയും ഒക്കെ പ്രവർത്തിക്കും. താഴ്ഭാഗത്ത് ലിപ്പും കാര്യങ്ങളൊക്കെ കുറച്ച് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നു. വെന്റിലേഷൻ്റെ ഭാഗം കാര്യങ്ങളൊക്കെ കാണാം. ഇതും ഓപ്പൺ ആണ്, അതായത് അത്യാവശ്യം നല്ല ഒരു എയർ പാസിങ് ഫ്രണ്ടിലുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എയറോ ഡൈനാമിസം നല്ലതായിരിക്കും, നല്ല പെർഫോമൻസിലേക്ക് അപ്ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്നുള്ളത്. മറ്റൊരു കാര്യം, ബോണറ്റ് ഓപ്പൺ ആക്കാനുള്ള ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മളുടെ ഈ ഒരു ഹെഡ് ലാമ്പിൻ്റെ താഴ്ഭാഗത്തായിട്ടാണ് കൊടുത്തേക്കുന്നത്. ഇത് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിൽ ഓപ്പൺ ചെയ്യാം. ഇത് ബോണറ്റ് അല്ലെങ്കിൽ ഫ്രണ്ട് സ്പേസ് എന്ന് പറയാം. നമ്മളെപ്പോഴും പറയാറുള്ളത് സൂപ്പർ കാർ വാഹനങ്ങളിനകത്ത് ഫ്രണ്ട് സ്പേസ് ഉണ്ടാവാറുണ്ട്. ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഫ്രണ്ട് സ്പേസ് ഉള്ള വാഹനങ്ങളിൽ ഒരു സേഫ്റ്റി ബട്ടൺ ഉണ്ടാവാറുണ്ട് എന്നുള്ളത്. അത് കാണിക്കാനുള്ള ഒരു അവസരമാണിത്. അതായത് അമേരിക്കൻ നിയമപ്രകാരം ഇതിനകത്ത് ഒരാളെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പാടില്ല എന്നൊരു നിയമം ഉള്ളതുകൊണ്ട് തന്നെ ഇനി ഇതിനകത്ത് ഒരാളെ കിഡ്നാപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് രക്ഷപ്പെടാനുള്ള ബട്ടനാണിത്. നിങ്ങൾ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സൗണ്ട് കേൾക്കാണ്ട, ഞാൻ കേൾപ്പിക്കാം എടാ. ഇത് അൺലോക്കായിട്ട് അയാൾക്ക് തന്നെ അകത്തുനിന്ന് തുറക്കാനുള്ള സൗകര്യമാണ് അത് എന്നുള്ളതാണ്. അത് പല വാഹനങ്ങൾക്കും നമുക്ക് കാണിക്കാൻ പറ്റാറില്ല, നമ്മൾ പറയാറ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അത് കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. വാഷർ ഫ്ലൂയിഡ് ഫില്ല് ചെയ്യാനുള്ള ഭാഗം കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. നൈസ്. ക്ലോസ് ചെയ്യാം. ഇതൊക്കെ ഈ ഡിസൈനൊക്കെ നോക്കിയാൽ നല്ല രസമുണ്ടല്ലേ. അപ്പോൾ ഇത്രയാണ് ഫ്രണ്ടിൽ നിന്ന് പറയാനുള്ളത്. സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് നല്ല നീളമുള്ള വാഹനമാണ്, എന്നാൽ വളരെ ഉയരം കുറവാണ്. അതൊരു സ്പോർട്സ് കാർ അറ്റയർ എന്ന് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം. ഫ്രണ്ടിൽ നമുക്ക് 19 ഇഞ്ച് വീലുകളാണ് കൊടുത്തേക്കുന്നത്. ആ ഒരു അലോയ് പാറ്റേണും അതുപോലെ തന്നെ ബ്രേക്ക് കാലിപ്പേഴ്സ് റെഡാണ്. ഡിസ്ക് ബ്രേക്കിൻ്റെ എലമെൻറ്റുകളൊക്കെ അവിടെ കാണാം. ബാക്കിലേക്ക് വരുന്ന സമയത്ത് അത് 20 ഇഞ്ച് വീലുകളാണ്. ഫ്രണ്ടിൽ 90യും ബാക്കിൽ 20യും. ആ ഒരു ഡ്രൈവിംഗ് ഇത് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സൈഡ് വ്യൂ മിറർ അതിങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നു. അതായത് ബോഡിയിൽ നിന്ന് കുറച്ചിങ്ങോട്ട് ഗ്യാപ്പ് ഇട്ടിട്ടാണ് കൊടുത്തേക്കുന്നത് എന്നുള്ളതാണ്. അതിനകത്തൊരു ഇൻഡിക്കേറ്റർ ഫിൻ പോലൊരു സാധനവും കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ തന്നെ ഇതാ ഇവിടെ എയർ ഡാം യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിഡ് എഞ്ചിൻ കാറാണ്. പണ്ട് ഫ്രണ്ട് എഞ്ചിൻ കാറായിരുന്നു, പിന്നീട് അത് മിഡ് എഞ്ചിനിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എഞ്ചിനിലേക്ക് എയറിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഭാഗം സഹായിക്കും. ഇതൊരു പിയാനോ ബ്ലാക്ക് എലമെൻ്റ് ഒക്കെ കൊടുത്ത് കുറച്ചുകൂടി ഭംഗിയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. 2 ഡോറാണ്. 2 ഡോറും കാര്യങ്ങളൊക്കെ ഞാൻ അതിൻ്റെ അകത്തേക്ക് വരുന്ന സമയത്ത് വരാം. പിന്നെ അതുപോലെ നോക്കിയാൽ
ഇങ്ങോട്ട് വരുന്ന സമയത്ത് ആ ഒരു ഡിസൈനർ ഇനീഷ്യലി പറഞ്ഞ ഒരു സാധനം ഉണ്ടല്ലോ, വീലിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കുന്നു, അത് ബാക്കിലും അതുപോലെ തന്നെ ഫ്രണ്ടിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ആ ഒരു ബൾജിങ് നമുക്ക് ഫീൽ ചെയ്യും. ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇത് പ്ലെയിൻ ആണ്, അതുപോലെ തന്നെ ഇതൊരു കൺവെർട്ടബിൾ മോഡലുമാണ് എന്നുള്ളതാണ്. ഇനി നമ്മൾ ബാക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു സ്പോയിലർ യൂണിറ്റ് കാണാം. പിയാനോ ബ്ലാക്ക് എലമെൻറ്റിനകത്താണ്. സ്റ്റോപ്പ് ലാമ്പ് അത് ഘട്ടങ്ങളായിട്ടാണ് കൊടുത്തേക്കുന്നത്. അതായത് ഇങ്ങനെ ഉണ്ടാവും ആ ഒരു റെഡ് കാര്യങ്ങളും ഇതൊക്കെ. ഇത് ക്ലോസ്ഡ് അല്ല, ഓപ്പൺ ആണ് ആ ഒരു എയർ ഡൈനാമിക്സിൻ്റെ ഭാഗം. അതുപോലെ തന്നെ ഡുവൽ എക്സോസ്റ്റ് രണ്ട് സൈഡിലും, അതായത് കോഡ്രോ എക്സോസ്റ്റ് ആണ്, രണ്ട് സൈഡിലും രണ്ടായിട്ട് ആ ഒരു ടിൻ രണ്ടും ഫംഗ്ഷനിങ് ആണ്. അതിപ്പം എഞ്ചിൻ ഓൺ ആയ സമയത്തുകൊണ്ട് ഞാൻ കേൾപ്പിക്കുന്നില്ല. ഇനി ഞാനിതൊന്ന് ആക്സലറേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ സൗണ്ട് ഒന്ന് കേൾപ്പിക്കട്ടോ. അടിപൊളി. ഇതാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട്. എങ്ങനെയുണ്ട് എന്നുള്ള അഭിപ്രായം നിങ്ങളൊന്ന് പറയും. മറ്റൊരു കാര്യം, ഇതിൻ്റെ ബൂട്ട് ഓപ്പണിംഗ് ഇവിടെയാണ്. ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബൂട്ട് ഓപ്പൺ ആക്കാം. ബൂട്ടിൻ്റെ ഒരു ഹൈലൈറ്റ് ഉണ്ട്. സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിപ്പം ഇത് കൺവേർട്ടബിൾ ഓട്ടോമാറ്റിക് ആണ്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാനുവലി ഓപ്പറേറ്റ് ചെയ്യാനുള്ളതുകൊണ്ട് അങ്ങനെ വരുന്ന സമയത്ത് ഇതിനകത്ത് തന്നെയാണ് ഇത് വെക്കാറുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. ഇനി ഒരു കാര്യം കാണിക്കാം. ഇത് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഞാനത് ജസ്റ്റ് ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എടാ സോഫ്റ്റ് ക്ലോസ് ആണ്. അതായത് സോഫ്റ്റ് ക്ലോസ് ആയിട്ടുള്ള ബൂട്ടാണ് ഇതിനകത്ത് വന്നേക്കുന്നത് എന്നുള്ളതാണ്. ഒരു കാര്യം കൂടി പറയാനുണ്ട്. ബാക്കിൽ ഇതാ ഈ ഒരു ഡിസൈൻ സ്റ്റിംഗ് റേ, ആ ഒരു സ്റ്റിംഗ് റേ ഹൈലൈറ്റ് എന്നുള്ള സംഭവം ഇവിടെ കൊടുത്തേക്കണം. രസമുണ്ട്. പിന്നെ ചില വാഹനങ്ങളിനകത്തെ ഇപ്പം മാനുവൽ കൺവേർഷൻ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വലിയ ഗ്ലാസ് വരാറുണ്ട്. അപ്പോൾ നമുക്ക് എഞ്ചിൻ കാണാം. എഞ്ചിൻ ഈ ഒരു ഭാഗത്താണ് കൊടുത്തേക്കുന്നത്. 6.2 ലിറ്റർ V8 എഞ്ചിനാണ്. അത് ഇതിനകത്തുകൂടെ കാണാൻ പറ്റുള്ളൂ, നമുക്കങ്ങനെ ഓപ്പൺ ചെയ്ത് കാണാൻ പറ്റില്ല. പിന്നെ ഇവിടെ ഗ്ലാസ് ഉള്ള മോഡലാണെന്നുണ്ടെങ്കിൽ അതിനകത്തും കോർവെറ്റിൻ്റെ ധാരാളം ലോഗോസൊക്കെ കാണാറുണ്ട് എന്നുള്ളതാണ്. നൈസ്. ഇനി നമ്മൾ അകത്തേക്ക് വരാം. ഡോർ ഓപ്പൺ ചെയ്യാൻ ഇതിൻ്റെ ബട്ടണും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ താഴ്ഭാഗത്താണ് കൊടുത്തേക്കുന്നത്. ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡോർ ഇങ്ങനെ ഓപ്പൺ ആക്കിയെടുക്കാം. 2 ഡോറാണ്, 2 സീറ്റർ വാഹനമാണ്. സ്റ്റിയറിംഗ് വീലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്ക്വയർ സ്റ്റിയറിംഗ് വീൽ കാണാം. അതായത് ഇതൊരു റേസ് സ്പെക് സ്റ്റിയറിംഗ് വീലാണ്. അതിനകത്ത് കോർബറ്റിൻ്റെ ലോഗോയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡോർ സൈഡിൽ നിന്ന് ആരംഭിക്കാമല്ലേ. ഇതൊക്കെ ലെതർ മെറ്റീരിയലാണ്, ഫുള്ളി ലെതർ റാപ്പഡാണ്. ആ റെഡും ബ്ലാക്കും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ലെതറാണ്. ഫ്രെയിംലെസ് ഡോറുകളാണ്. ഗ്ലാസ് താത്തി കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം മാത്രമേ നമുക്ക് വിസിബിൾ ആയിട്ടുണ്ടാവുള്ളൂ. ഞാൻ കാണിച്ചു തരാം. ആണോ, ഫ്രെയിംലെസ് എന്നാണ് ഇതിനെ പറയുക. ഈ റെഡ് കാണുന്നതും ലെതർ തന്നെയാണ്. ഇതാണ് ഡോറിൻ്റെ ബട്ടൺ, അകത്തുനിന്ന് കൺട്രോൾ ചെയ്യാനുള്ളത്. ഇത് ജസ്റ്റ് പ്രസ് കൊടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രോണിക്കലി ഇത് ഓപ്പറേറ്റ് ചെയ്യും. അതായത് അൺലോക്ക് ആവും. ഇത് നമ്മൾ തള്ളി കൊടുത്താൽ മതി. മിററിൻ്റെ കൺട്രോൾസും വിൻഡോ കൺട്രോൾസും കാര്യങ്ങളൊക്കെ അവിടെ കാണാം. ബോസിൻ്റെ ഒരു മ്യൂസിക് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. കൺവേർട്ടബിളിൻ്റെ ബട്ടൺസും ഇവിടെയാണ് കൊടുത്തേക്കുന്നത് എന്നുള്ളതാണ്. സീറ്റ് ബക്കറ്റ് സീറ്റാണ്, ഇലക്ട്രോണിക്കലി കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ കാർബൺ ഫൈബേഴ്സ് എലമെൻറ്റുകൾ കാണാം. അതായത് ഇത് കാർബൺ ഫൈബറിലാണ് അവർ ബിൽഡ് ചെയ്തേക്കുന്നത് എന്നുള്ളതാണ്. ഞാനിതിനകത്തേക്ക് കയറിയിരിക്കാം. മറ്റേ ഇത് പറഞ്ഞ മാതിരി കയറിയിരിക്കാനും ഇറങ്ങാനൊക്കെ ബുദ്ധിമുട്ടാണെന്നൊക്കെ തോന്നും, പക്ഷേ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ഓണർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇന്ത്യൻ റോഡിൽ ഇത് ഭയങ്കര യൂസ്ഫുൾ ആണെന്നുള്ളത്. അതിൻ്റെ കാരണം അദ്ദേഹത്തോടെ നമുക്ക് ചോദിക്കാം. എനിവേ ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്. അതിനകത്ത് RPM മീറ്ററും കാര്യങ്ങളും കോർവറ്റിൻ്റെ ലോഗോയും ടെമ്പറേച്ചറും ഒക്കെ കാണാം. അതൊരു വെറൈറ്റി വിസിബിലിറ്റി ആയിട്ട് എനിക്ക് തോന്നി. തൊട്ടുപുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മളെ ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റം കാണാം. ഇതിനകത്തുള്ള ക്യാമറ വ്യൂ നല്ല രസമാണ് കേട്ടോ. അത് ഞാൻ കാണിക്കാം. ബമ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റ് അതിൻ്റെ ആ ഒരു തുമ്പത്ത് 2 ക്യാമറയുണ്ട്. 2 ക്യാമറ നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ അതുപോലെ അതിനകത്ത് വേറൊരു കാര്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് സെറ്റിങ്സിൽ നമുക്ക് ഇത് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ക്യാമറ ഡാഷ് ക്യാം പോലെ നമുക്ക് റെക്കോർഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. അത് ശരിക്കും ട്രാക്കിനകത്താണ് വർക്ക് ചെയ്യുക. ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇതാണ് ട്രാൻസ്മിഷൻ്റെ കൺട്രോൾ. ഇത് ശരിക്കും നമുക്ക് പെട്ടെന്ന് ലംബോർഗിനിനെ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ. ഇതാണ് D ഓട്ടോ മോഡൽ. അതുപോലെ തന്നെ പാർക്ക് ബ്രേക്ക് ഇവിടെ, ഇതൊക്കെ ഒരു ബട്ടൺ കൺട്രോളാണ്. ഇത് സസ്പെൻഷൻ നമുക്ക് ലിഫ്റ്റ് ചെയ്യാം. അതുപോലെ ട്രാക്ഷൻ കൺട്രോൾ, അതുപോലെ ക്യാമറ, ഫ്രണ്ട് ക്യാമറ വ്യൂ കാണാനുള്ളൊരു ഓപ്ഷൻ. ഡ്രൈവ് മോഡ് സെലക്ടർ ഇവിടെയാണ്. ഇതിങ്ങനെ തിരിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ ഡ്രൈവ് മോഡിനെ സെലക്ട് ചെയ്യുന്നത്. ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സ് കാണാം. ഇത് നമുക്ക് ആവശ്യമില്ലെങ്കിൽ ക്ലോസ് ചെയ്ത് വെക്കാം. ഇതെടുത്തിട്ട് ക്ലോസ് ചെയ്താൽ മതി കേട്ടോ. ഇങ്ങനെയാണ് കൊടുത്തുള്ളത്. ഇനി ഇതാണ് ഈ സീറ്റിൻ്റെയും ടെമ്പറേച്ചറിൻ്റെയും ഒക്കെ കൺട്രോൾ ഇവിടെ ഉണ്ടാകും. മുകളിലേക്ക് ഇങ്ങനെ ആക്കാം. ഇതിൻ്റെ അപ്പർ പാർട്ട് ഡ്രൈവർക്കും ലോവർ പാർട്ട് പാസഞ്ചറിനുമാണ് കൊടുത്തേക്കുന്നത്. സീറ്റുകളൊക്കെ വെന്റിലേറ്റഡ് ആണ്. അതിൻ്റെ ബട്ടൺസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടെമ്പറേച്ചർ കൺട്രോൾ. ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. കാരണം ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇത് കണ്ടെത്തുക എന്നുള്ളത് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. ഡിസൈൻ വൈസ് നല്ല രസമുണ്ട്. അതായത് ബെറ്റർ പ്ലേസ്മെൻ്റ് ആണ്. പക്ഷേ പ്രാക്ടിക്കലി കുറച്ച് പ്രോബ്ലംസ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇതെല്ലാം ഡ്രൈവർ ഓറിയൻറ്റഡ് കോക്പിറ്റാണ്. എല്ലാം ഡ്രൈവറിനോട് കണ്ടോ കണക്റ്റഡ് ആണ്. ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് തന്നെ ഉണ്ടോ ഇതിൻ്റെ താഴ്ഭാഗത്ത്. ആംബ്രസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മറ്റൊരു കാര്യം ഇങ്ങോട്ട് നോക്കിയാൽ ഇതെന്താണെന്നറിയോ, അതൊരു വയർലെസ് ചാർജിങ് പോർട്ടാണ്. ഞാൻ ഫോണോട് വെച്ച് കാണിക്കാം. അത് ചാർജ് ആയിക്കോളും. വയർലെസ് ചാർജിങ് പോർട്ട്. അത് നൈസ് പ്ലേസ്മെൻ്റ് ആയിട്ട് തോന്നി. പ്രത്യേകിച്ച് ഈ വണ്ടിയിൽ നല്ല സ്പീഡിലല്ലേ നമ്മൾ പോവുക. അങ്ങനെ പോകുമ്പോൾ ഫോണൊന്നും വീണ് പോകില്ല. കറക്റ്റ് അവിടെ ഇരുന്നോളും. സീറ്റ് ഓക്കെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നേക്കാളും തടിയുള്ള ആൾക്ക് ചിലപ്പം ഈ സാധനം സൈഡിൽ തട്ടാനുള്ള സാധ്യതയുണ്ട്. നൈസ്.
ഇവിടെ മിററും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ഡയനറ്റിക്സിന് റിയർ വ്യൂ മിറർ എല്ലാം ലെതർ മെറ്റീരിയൽസാണ്. കംപ്ലീറ്റ്ലി റിച്ച് ലെതറാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത് എന്നുള്ളതാണ്. അടിപൊളി. ശരിക്കും ഇതിൻ്റെ പെർഫോമൻസ് അറിയണമെങ്കിൽ ഇത് ഡ്രൈവ് ചെയ്യണം, ഡ്രൈവ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യണം. പക്ഷേ ഇതൊരു കാർനെറ്റ് എൻട്രി ആണ്. കാർനെറ്റ് എൻട്രിയിൽ കേരളത്തിൽ വരുന്ന വണ്ടികൾ ഓടിക്കുന്ന നിയമപ്രകാരം തെറ്റാണ്. അതുകൊണ്ടാണ് നമ്മൾ പല കാർനെറ്റ് വണ്ടികളും ഡ്രൈവ് ചെയ്യാത്തത്. അപ്പോൾ ഇതിൻ്റെ ഫീച്ചർ വൈസ് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഇനി 2 കാര്യങ്ങൾ കാണിക്കാനുണ്ട്. ഒന്ന്, ഇതാണ് ഇതിൻ്റെ റിമോട്ട്. ഇതിൽ തന്നെ നമുക്ക് എൻജിൻ സ്റ്റാർട്ട് ചെയ്യാം. എൻജിൻ സ്റ്റാർട്ടാവും. രണ്ടാമതൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഡോർ തുറന്നു കഴിഞ്ഞാൽ ഇത് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ അതിതാ ഈ ബട്ടണാണ്. ആ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ആദ്യം ബാക്കിലത്തൊക്കെ ഓപ്പൺ ആയിക്കണ്ട. ഇത് പതുക്കെ ബാക്കിലേക്ക് പോകും. ഇത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അത് ബാക്കിലേക്ക് പോയി എല്ലാം ഫുള്ളായി. അടിപൊളിയല്ലേ? ഇനി ഇതിൻ്റെ ഓണറെ ഒന്ന് ഞാൻ പരിചയപ്പെടുത്താം. സോ ഇതാണ് നിതിൻ ബ്രോ. വെൽക്കം ടു അവർ ചാനൽ. താങ്ക് യു. സെക്കൻഡ് ടൈമാണ്. നിങ്ങൾ ഈ ഫേസ് കണ്ടിട്ടുണ്ടായിരിക്കും. കാരണം കുറേ മുമ്പ് കേരളത്തിൽ ഫസ്റ്റ് ആയിട്ട് ലോട്ടസ്, എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ കുറവായിരിക്കും, ലോട്ടസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് നിതിൻ ചേട്ടനായിരുന്നു. അന്ന് നമ്മൾ അദ്ദേഹത്തിന് വീട്ടിൽ പോയിട്ടാണ് ചെയ്തത്, തിരുവനന്തപുരത്ത്. അപ്പോൾ നമ്മൾ കൊച്ചിയിലാണ് വിത്ത് അനദർ കാർ. കോർവെറ്റ് സ്റ്റിംഗ്റേ. എത്ര കാലം ഇത് എടുത്തിട്ട്? ശരിക്കും ഓൾമോസ്റ്റ് 6 മാസമായി. എന്താണ് ശരിക്കും ഇങ്ങനൊരു റയർ സ്പെക്കിലേക്ക് പോകാനുണ്ടായ പ്രധാനപ്പെട്ട കാരണങ്ങൾ? അല്ല, ഞാൻ എടുക്കുന്ന എല്ലാ കാറുകളും അങ്ങനെയാണ്. എല്ലാം റയറാണ്. ഞാൻ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ലവ് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കാർ തന്നെയാണ് എടുക്കുന്നത്. ശരിക്കും നമ്മളെപ്പോഴും പറയാറുണ്ട് ഒമാൻ പോലെ, ഒമാനിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഞാൻ ഒമാനിൽ വന്നപ്പോൾ ശ്രദ്ധിച്ചിട്ടുള്ളത് വലിയൊരു ഹൈവേ ഉണ്ട്. അതെ, ഒമാന്റെ സൊഹാർ ആ ഒരു ഭാഗം മുതൽ സലാല വരെ കണക്ട്. അങ്ങനത്തെ ഒരു റോട്ടിലൂടെ ഓടിച്ച് നടക്കുന്ന ഒരു വണ്ടി കേരളത്തിൽ കൊണ്ടുവന്ന് ഓടിക്കുന്ന സമയത്ത് ഫീൽ ഉണ്ട്. രണ്ട് ടൈപ്പ് ഓഫ് റോഡുകളല്ലേ? അല്ല, ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ വണ്ടിയിൽ ലിഫ്റ്റ് കിറ്റ് ഓൾറെഡി ഉണ്ട്, ഹൈഡ്രോളിക് ലിഫ്റ്റ് കിറ്റ്. അപ്പോൾ ഫ്രണ്ടിലത്തുള്ള ക്യാമറാസ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഹമ്പ് ഫ്രണ്ടിലുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും അടി തട്ടോ ഇല്ലെന്നുള്ളത്. അതിനനുസരിച്ച് നമുക്ക് പൊക്കാം. ആ ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പം ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. അതെ, ഞാനത് ആ ക്യാമറയെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞു ഓണറിന് അതിനെ കുറിച്ച് 2 വാക്ക് പറയാനുള്ളത്. വേറൊരു കാര്യം കൂടി, ലക്ഷറി വണ്ടി എടുക്കുന്നവരോട് ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യമാണ്. എങ്ങനെ ചോദിക്കാം, മൈലേജ് എങ്ങനെയുണ്ട്? ശരി, മൈലേജ് ഞാൻ ഇതിന് മുന്നേ വെച്ചപ്പോഴത്തേക്കും പറഞ്ഞ അതേ ചോദ്യം, അതേ ഉത്തരവാണ്. ഇപ്പോഴും തീരാറാകുമ്പോഴത്തേക്കും ഫുൾ അടിക്കും. എന്നാലും എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി മറ്റൊരു വാഹനത്തെ അപേക്ഷിച്ച് കുറച്ചുകൂടി കൂടുതൽ കിട്ടുന്നത് അങ്ങനെ തോന്നുന്നു. അല്ല, അത് ഒരു 8 സിലിണ്ടർ 6.2 ലിറ്റർ എഞ്ചിനിൽ ഉള്ളതിനേക്കാളും ഭയങ്കര നല്ല മൈലേജ് ആണ് എനിക്ക് തോന്നുന്നു. ഡ്രൈവബിലിറ്റിനെ കുറിച്ച് പറയാം. ഞങ്ങൾ എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഇത് ഡ്രൈവ് ചെയ്യുന്നില്ല, പക്ഷേ എങ്ങനെയാണ് അത് ശരിക്കും ഡ്രൈവ് ചെയ്യാനെന്നുള്ളത് നിങ്ങളുടെ ഒരു അനുഭവം ഒന്ന് ഷെയർ ചെയ്യണം. അത് കാറ് ഹൈലി പവർഫുൾ ആണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ ഡ്രൈവ് മോഡ്സ് സെറ്റ് ചെയ്യാം. അതിൽ ഇപ്പോൾ C മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എൻജിൻ റെസ്പോൺസ്, ആക്സലറേഷൻ, സ്റ്റിയറിംഗ് കൺട്രോൾസ്, പിന്നെ ബ്രേക്ക് പെഡൽസ്, വണ്ടിയുടെ എക്സോസിന്റെ സൗണ്ട്, എല്ലാ സാധനവും നമുക്ക് ട്യൂൺ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റും. ലൈവായിട്ട് തന്നെ അത് ചെയ്യാം. കൺട്രോൾസ് ആക്ച്വലി നാട്ടിൽ വന്നിട്ട് നമ്മൾ അങ്ങനെ ഒരു ഹെവി സ്പീഡിലോട്ട് പോയിട്ടില്ല. ഇപ്പോൾ എന്താ പറയുക, നമ്മൾ പുറത്തെ കൺട്രിയിൽ ഈ പറഞ്ഞ വലിയ റോഡിൽ ക്യാമറ ഇല്ലാത്ത സ്ഥലത്ത് 308 വരെ കയറിയിട്ടുണ്ട്. 308 വരെ പോയിട്ടുണ്ട്. ആ സമയത്ത് സ്റ്റെബിലിറ്റി ഒക്കെ അടിപൊളിയാണ് ആണ്. പക്ഷേ എന്താ പറയുക, നമ്മളെ സ്ഥിരമായിട്ട് പോകേണ്ട രാത്രിയായിരുന്നു. അതുകൊണ്ട് എനിക്കൊരു 308 കഴിഞ്ഞപ്പോൾ കട്ട് ചെയ്യേണ്ടി വന്നു. ഒരു സൂപ്പർ കാർ ലിവിങ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, അതായത് ഒരു പേഴ്സൺ ഒരു സൂപ്പർ കാറുമായിട്ട് കുറേ കാലം ജീവിക്കണോ എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് വരും. അതിനെക്കുറിച്ചൊരു കമാൻഡ് കൂടി പറയാമോ? അതായത് എന്താണ് അതിനെക്കുറിച്ച്? പണ്ടൊക്കെ നമ്മളിപ്പോൾ മസ്കറ്റിലോ ദുബൈയിലോ പോകുമ്പോഴത്തേക്കും കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കുമായിരുന്നു. അപ്പോൾ അന്ന് വലിയ ഭയങ്കര ആഗ്രഹമായിരുന്നു ആക്ച്വലി എന്തെങ്കിലും ഒരിക്കൽ ഒരു ബേസിക് ആയിട്ടുള്ളൊരു കാറെങ്കിലും മേടിക്കണം എന്നുള്ള. ദൈവം സഹായിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നന്നായിട്ട് പോകണോണ്ട് നമ്മുടെ വർക്കിന്റെ സ്റ്റൈൽ. എല്ലാ സൂപ്പർ കാറുള്ളവരും ഷൂട്ടിനൊന്നും തന്നോളുന്നില്ല, അതൊക്കെ വളരെ കുറഞ്ഞ ആൾക്കാർ. ഇല്ല, ഞാൻ അങ്ങനെ ചെയ്യാറില്ല ആക്ച്വലി. എനിക്കിപ്പോൾ പണ്ട് എന്ന് പറഞ്ഞാൽ അടുത്തുനിന്ന് ഫോട്ടോ എടുക്കുമ്പോഴത്തേക്കും മാറി നിൽക്കണമെന്ന് പറഞ്ഞിട്ടുള്ള അനുഭവം ഉള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഒരിക്കലും ചെയ്യില്ല. അപ്പോൾ വണ്ടി ഓടിച്ച് പോകുമ്പോഴത്തേക്കും തന്നെ ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ട്രിവാൻഡ്രം വരെ പോകണമെങ്കിൽ ആര് കൈ കാണിച്ചു കഴിഞ്ഞാലും ഞാൻ അപ്പം നിർത്തി കൊടുത്ത് അകത്ത് കയറ്റി ഇരുത്തിയിട്ടാണ് ഞാൻ വിടുന്നത്. നമുക്കുണ്ടായ കാര്യങ്ങൾ നമുക്ക് പറ്റുന്ന രീതിയിൽ തിരിച്ചു കൊടുക്കാൻ പറ്റും. അതെ 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 അതെ. താങ്ക് യു സോ മച്ച്. മോസ്റ്റ് വെൽക്കം. ഒരുപാട് സന്തോഷം. വണ്ടി വന്ന സമയത്ത് തന്നെ നിതിൻ ബ്രോ സംസാരിച്ചു. കാരണം നേരത്തെ തന്നെ ഞങ്ങൾക്ക് പരിചയമുള്ളതുകൊണ്ടും ഞങ്ങൾ ഇടയ്ക്ക് സംസാരിക്കാറുണ്ട്. ശരിക്കും പ്രൊഫഷണലി ഈവൻസുകൾ ചെയ്യാറുണ്ട്. എഞ്ചിനീയറിംഗ് മേഖലയിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഒമാനിലും സെക്യൂരിറ്റി സിസ്റ്റം, ഒമാൻ, ബഹ്റിൻ, UAE. ഇപ്പോൾ നമ്മളൊരു 13 മാസമായിട്ട് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മെയിൻലി ആ ബിസിനസ് ഏരിയ ആണ്. ഒപ്പം ഒരു നല്ല എന്തൂസിയാസ്റ്റ് ആണ്. കാരണം പുള്ളിയുടെ സ്പെക്കുകളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ എല്ലാം റയർ ആൻഡ് റയറസ്റ്റ് എഡിഷനുകളാണ്. അതിനേക്കാൾ ഉപരി ഇപ്പം ഇങ്ങനത്തെ വാഹനങ്ങളൊക്കെ ഉള്ള ആളുകൾ ഷൂട്ടിന് നിർത്തുന്നത് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. കുറഞ്ഞ ആളുകളെ ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഞങ്ങളെപ്പോലത്തെ ആൾക്കാർക്ക്
ഗ്രോ ചെയ്യാൻ പറ്റുന്ന ഞങ്ങളുടെ ഇനിയും കാറുകൾ ഒരുപാട് വരണുണ്ട് ഇത് തിരിച്ചു പോയതിന് ശേഷം. ഞങ്ങളിവിടെ ഉറപ്പായിട്ടും റിക്വസ്റ്റ് വെച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ തൽക്കാലം ഞങ്ങളോട് അവസാനിപ്പിക്കുകയാണ്. നിതിനോട് ഇൻസ്റ്റാഗ്രാം ഞാൻ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽ ഇടുന്ന സമയത്ത് ഞാൻ അതിൽ കൊളാബറേറ്റും ചെയ്തിട്ടുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇവർക്കൊക്കെ നമ്മൾ തിരിച്ചു കൊടുക്കാനുണ്ടാവുന്നത് മാത്രമാണ്. അപ്പോഴാണ് നമുക്ക് ഇതേപോലത്തെ കാറുകൾ അടുത്ത് കാണാനും ഇതിൻ്റെ ഫീച്ചേഴ്സിനെ പരിചയപ്പെടാനൊക്കെ അവസരം കിട്ടുന്നത്. വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു